ഹദീസ് സ്വഹീഹാണെങ്കിൽ അതിൽപ്പെടുക ജിന്നും മലക്കുമാണ് എന്നാണ് സലഫി പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത്. അതങ്ങനെ തന്നെയാണ്. ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്നത് 2 അധ്യായങ്ങളിലാണ്. ഒന്നാമത്തെ അധ്യായം അമലുൽ യൗമി വല്ലൈല, ബാബു അമലുൽ യൗമി വല്ലൈല. യാ ഇബാദല്ലാഹ് അഗീസൂനി അല്ലെങ്കിൽ അഈനൂനി അല്ലെങ്കിൽ ഇഹ്ബിസു അലയ്യ എന്ന് 3 റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുള്ള ഒരു ദുർബലമായ ഹദീസ്. ഹുസൈൻ സലഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വാറോല, സൽമാൻ അൽ ഫാരിസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വാറോല, ഫൈസൽ മുസ്ലിയാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിഷം കഴിച്ച് ചത്ത പോത്ത്. ഈ ഹദീസ് മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവായി ആര് കൊണ്ടുവന്നു? അലവി സഖാഫി കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നപ്പോൾ സക്കരിയ സ്വലാഹി അതിന് മറുപടി കൊടുത്തു. അപ്പൊ എന്താണ് അന്നത്തെ വാദം? മരിച്ചുപോയ അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുൻഗാമികളായ പൂർവിക പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സക്കരിയ സ്വലാഹിയും 2004 അലവി സഖാഫിക്ക് മറുപടിയായി കൊടുത്തു. എന്താ മറുപടി കൊടുത്തത്? ഒന്നാമത്തെ മറുപടി, ആ ഹദീസ് ദുർബലമാണ്. ആ ഹദീസ് ദുർബലമാണ്. നമ്മൾ വ്യവസ്ഥ എഴുതിയപ്പോ ഖുർആനും സഹീഹായ ഹദീസും എന്ന് പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് ലഈഫായ ഒരു ഹദീസാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാദത്തിന് അത് തെളിവല്ല. പിന്നെ ഇനി അത് സ്വഹീഹാണെങ്കിൽ, അല്ലെ, അത് സ്വഹീഹാണെങ്കിൽ ആ ഹദീസിൽ വന്നിരിക്കുന്നത് ജിന്നും മലക്കുമാണ്, മരിച്ചുപോയവർ അല്ല. അത് സ്വഹീഹാണെങ്കിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുമ്പോ ആ പറയുന്നത് ആരുദ്ദേശിച്ചാണ്? ജിന്നുകളെയും മലക്കുകളെയും ഉദ്ദേശിച്ചാണ്. എങ്ങനെയാണെങ്കിൽ ഈ ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ എപ്പോഴാണ് അതിൽ ജിന്നും മലക്കും പെടുക? ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ. ഇദാ സ്വഹ എന്ന സിയാറത്തുൽ ഇൻസാനിൽ പറഞ്ഞത് വഅലാ തഖ്ദീരി സുബൂതിഹി. ഈ ഹദീസ് സാബിത്താണ്, സ്ഥിരപ്പെട്ടതാണ് എന്ന് സങ്കല്പിച്ചാൽ അപ്പൊ അതിലാരാ വിടുക? ജിന്നും മലക്കുമാണ് വിടുക. പിന്നെ കൊണ്ടുവന്ന എന്തിനാ? മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാനാ. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ഹദീസ് തെളിവാണെങ്കിൽ, അല്ല സ്വഹീഹാണെങ്കിലും അതെന്തല്ല, തെളിവല്ല. കാരണം ഹദീസിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച. തെളിവ് എന്തിനാ കൊണ്ടുവരുന്നത്? മരിച്ചുപോയവരെ വിളിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോ ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ പോലും മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അത് തെളിവാവുകയില്ല. അപ്പൊ 2004 സക്കരിയ മൗലവി കൊടുത്ത വാദം എന്താണെന്ന് മനസ്സിലായല്ലോ? ശരി, ഇനി ഞാൻ ചോദിക്കട്ടെ, 2004 സക്കരിയ സ്വലാഹി ആ പ്രസംഗിച്ചതിനെ ഏതെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകൻ എതിർത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതൻ അതിനെ വിമർശിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? അപ്പറഞ്ഞതിൽ ഒരു അപാകതയും ഇല്ല. ഹദീസ് സ്വഹീഹാണെങ്കിൽ അതിൽപ്പെടുക ജിന്നും മലക്കുമാണ് എന്നാണ് സലഫി പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത്. അതങ്ങനെ തന്നെയാണ്.